بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. പ്രിയമുള്ള സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ-ഉസൂൽ തലാത്ത എന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ 4ാമത്തെ ദർസാണ് ഇത്. ഇതിനു മുമ്പ് നാം 3 ദർസുകൾ കഴിഞ്ഞു. അൽ-ഉസൂൽ തലാത്ത ദർസ് ആരംഭിക്കുന്നത് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ജീവിത ചരിത്രം കൊണ്ടാണ് നാം ആരംഭിച്ചത്. ആരാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്? അദ്ദേഹത്തെ പറ്റിയുള്ള ചില ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്യും. 2ാമത്തെ ക്ലാസ്സിൽ ഞാൻ ഉസൂൽ തലാത്ത വായിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. 4 മസലകൾ നാം അറിഞ്ഞിരിക്കേണ്ട 4 മസലകളാണ് ഉസൂൽ തലാത്ത വായിക്കുമ്പോൾ നാം ആദ്യം പഠിക്കുന്ന ഭാഗം. 4 മസലകൾ എല്ലാ മുസ്ലിമത്തും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് അൽ-ഇൽം, അറിവ്. അറിവെന്ന് പറയുമ്പോൾ ഏറ്റവും സുപ്രധാനമായ അറിവാണ് ശൈഖ് ഉദ്ദേശിച്ചത്. അല്ലാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ദീനിനെ കുറിച്ചുമെല്ലാം ഉള്ള ദൃഢമായ അറിവാണ് അവിടെ ഉദ്ദേശിച്ചത്. അതേപോലെ പഠിച്ച കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക. 3ാമത്തെ കാര്യം അതിലേക്ക് നാം പ്രബോധനം ചെയ്യുക, ക്ഷണിക്കുക, ദഅവത്ത് നടത്തുക. 4ാമത്തെ മസല നാം പഠിച്ചത് അസ്സബ്റു അലൽ അദാ ഫീഹി. അതായത് ഇൽമ് പ്രചരിപ്പിക്കുമ്പോഴും അമൽ ചെയ്യുമ്പോഴുമെല്ലാം നാം അതിൻ്റെ മാർഗത്തിൽ ക്ഷമ കൈകൊള്ളുക, ക്ഷമിക്കുക. ഇതിനെല്ലാം ശൈഖ് ഉദ്ധരിച്ച തെളിവാണ് സൂറത്തുൽ അസ്ർ. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. إلا الذين آمنوا എന്ന് പറഞ്ഞാൽ വിശ്വാസം ശരിയാകാൻ എന്ത് വേണം? അറിവ് വേണം. അള്ളാഹുവിൽ ഒരാൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അവൻ അറിഞ്ഞിരിക്കണം.
ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിച്ച എന്താണ്? പഠിക്കാൻ വേണ്ടിയാണ്. അറിഞ്ഞിരിക്കണം താങ്കൾ അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല. വസ്തഗ്ഫിർ ലിദംബിക്, താങ്കളുടെ പാപം അല്ലാഹു പൊറുക്കാൻ വേണ്ടി തേടുക, പാപമോചനം തേടുക. വതവാസൗ ബിൽ ഹഖ് ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അതാണ് വഅമിലു സ്സാലിഹാത്ത്. അഥവാ ഷെയ്ഖ് പറഞ്ഞ രണ്ടാമത്തെ മസ്അല എന്താണത്? അൽ അമലു ബിഹി വദ്ദഅവതു ഇലൈഹി, അതാണ് വതവാസൗ ബിൽ ഹഖ്. ഹഖ് കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യുക, നിർദ്ദേശിക്കുക, ഉപദേശിക്കുക. വതവാസൗ ബിസ്സബ്രി, സബ്ർ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. പിന്നെ സബ്റിൻ്റെ മർത്തബകൾ നാം പഠിച്ചു. അതിന് ശേഷമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് 3 മസ്അലകളാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് ഉപജീവനം നൽകി. അല്ലാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ കുറിച്ച് നാം പഠിച്ചു. മാത്രമല്ല നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും പഠിച്ചു. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ലിയഅ്ബുദൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം നാം അറിഞ്ഞു അല്ലേ? എന്താ അർത്ഥം? അതെ, എന്നെ ആരാധിക്കുവാൻ വേണ്ടി, എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് നാം, അല്ലെങ്കിൽ ഞാൻ ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചത് എന്ന ആയത്ത്. മാത്രമല്ല അല്ലാഹു തആല റസൂലിനെ നിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം നാം പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ് പഠിച്ചില്ലേ? എന്താണ്, ആരാണ് റസൂൽ, ആരാണ് നബി എന്ന വ്യത്യാസം നാം പഠിച്ചു. അഥവാ ഒരു റസൂലാകണമെങ്കിൽ പുതിയ ശരീഅത്ത് കൊണ്ടുവരണം എന്നില്ല, ആ ഷർത്ത് ഇല്ല എന്നും നാം പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് എത്ര മസ്അലയാണ്? 3 മസ്അലകൾ. ഒന്നെന്താണ്? റുബൂബിയ്യത്ത്, സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം, പ്രവാചകത്വത്തെക്കുറിച്ചുള്ള സൂചന. രണ്ടാമത്തെ മസ്അല എന്താണ്? അന്നല്ലാഹ ലാ യർദാ അൻ യുശ്റക മഅഹു അഹദുൻ, അള്ളാഹുവിനെ കൂടെ ഇബാദത്തിൽ പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ല. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്താണ് ഷെയ്ഖ് ഇനി തെളിവ് തേച്ചത്. മൂന്നാമത്തെ മസ്അല എന്താണ്? അന്ന മൻ അതാഅ റസൂല വഹദ അല്ലാഹ ലാ യജൂസു ലഹു മുവാലാതു മൻ ഹാദ്ദ അല്ലാഹ വറസൂലഹു. അഥവാ അള്ളാഹുവിനെയും റസൂലിനെയും, അഥവാ റസൂലിനെ വല്ലവൻ അനുസരിച്ചുവെങ്കിൽ, അള്ളാഹുവിനെ ഏകനാക്കി മുവഹിദായി കഴിഞ്ഞാൽ അയാൾക്കൊരിക്കലും ഇസ്ലാമിക ശത്രുക്കളെ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശത്രുക്കളെ സ്നേഹിക്കാനോ അവരുമായി മൈത്രിയം പുലർത്താനോ പാടില്ല. അത് ഏറ്റവും അടുത്ത വ്യക്തിയാണെങ്കിൽ പോലും, കുടുംബക്കാരാണെങ്കിലും പോലും. ഇപ്പം മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ, ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ എന്തായിരിക്കണം നാം സ്വീകരിക്കേണ്ട നിലപാട്? മതപരമായ നിലക്ക് നമുക്ക് അവരെ സ്നേഹിക്കാനോ അവർ നമ്മുടെ മിത്രങ്ങളാണെന്ന് കരുതാനോ പറ്റിയില്ല. മനസ്സിലായല്ലോ? പക്ഷേ ഭൗതികമായ രീതിയിൽ അവർ മാതാപിതാക്കൾ എന്ന നിലക്ക് അവരെ സ്നേഹിക്കുകയും അവർക്ക് നല്ല ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ബാധ്യത മകനുണ്ട്. وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما. ശിർക്ക് ചെയ്യാൻ അവർ താങ്കളെ പ്രേരിപ്പിച്ചാൽ, പരിശ്രമിച്ചാൽ അവരൊരിക്കലും താങ്കൾ അനുസരിക്കരുത്.
വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, എന്നാൽ ദുനിയാവിൽ അവരുമായി നല്ല നിലക്ക് കൂട്ടുകൂടണം. അവിടെ ബിർറുൽ വാലിദൈൻ വേണം, താഅത്തുൽ വാലിദൈൻ, നല്ല നല്ല കാര്യങ്ങൾ, ഉപകാരപ്രദമായ കാര്യങ്ങൾ ഒരു മാതാപിതാക്കൾ നിലക്ക് നല്ല രീതിയിൽ അവരുമായി പെരുമാറണം എന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ ഒരു പക്ഷേ ഒരാളുടെ ഭാര്യ കിതാബിയത്തായിരിക്കും, വേദക്കാരികളായ സ്ത്രീകൾ വിവാഹം ചെയ്യാം എന്ന് ഖുർആൻ നിർദ്ദേശിച്ചല്ലോ. അപ്പോൾ ഒരു കിതാബിയത്തായ ഒരു ഭാര്യയാണെങ്കിൽ ആ കിതാബിയത്തായ ഭാര്യയുടെ ദീന് ഒരിക്കലും പൊരുത്തപ്പെടാനോ ആ നിലക്ക് മിത്രമായി നമുക്ക് കരുതാനോ പാടില്ല. മാത്രമല്ല ഇസ്ലാമല്ലാത്ത ഏതൊരു ദീനും നമുക്ക് അംഗീകരിക്കാനോ അതിനോട് വെറുപ്പുണ്ടാവുകയും വേണം. അതേ സമയത്ത് ഭാര്യ എന്ന നിലക്ക് തബീഇയ്യത്തായ ജിബില്യത്തായ ഒരു മനുഷ്യൻ്റെ ഒരു ഭാര്യ നിലക്കുള്ള സാധാരണ സ്നേഹം, അടുപ്പം, അത് ഭൗതികമായ ഒരു സ്നേഹവും അടുപ്പവുമാണ്. ഈ നിലക്ക് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അൽ വലാ വൽ ബറാഇൻ്റെ വിഷയം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇൻഷാ അല്ലാഹ് കൂടുതൽ ഭാവിയിൽ ഇൻഷാ അല്ലാഹ് അൽ വലാ വൽ ബറാഇൻ്റെ വിഷയം വിശദമായിട്ട് നാം പഠിക്കേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന് സൂചന മാത്രമാണ് ശൈഖ് അവറുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു മൂന്നാമത്തെ വിഷയം, അൽ വലാ വൽ ബറാഇൻ്റെ വിഷയം. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദ അല്ലാഹ വറസൂലഹു എന്ന ആയത്ത്, സൂറത്തുൽ മുജാദിലെ ആയത്തൊക്കെ നാം അത് വിശദീകരിച്ചു. അത് ഏത് പശ്ചാത്തലത്തിലാണ് ഇറങ്ങിയതെന്നും പഠിച്ചു. ഒരു സഹാബിയുടെ പേര് പറഞ്ഞിരുന്നു. ആ സഹാബിയുടെ വിഷയത്തിലാണത്ര ഈ ആയത്ത്. വലൗ കാനൂ ആബാഅഹും, അവരുടെ പിതാക്കന്മാരാണെങ്കിലും ശരി, അള്ളാഹുവിന് ശത്രുവാണോ? ഒരിക്കലും ആ ശത്രുവോട് നമുക്ക് സ്നേഹം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ മിത്രമാണെന്ന് കരുതാൻ പാടില്ല. ഏത് സഹാബിയാണത്? അബൂ ഉബൈദ. അതെ, അബൂ ഉബൈദ ആമിർ ബിൻ അബ്ദുല്ലാഹി ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, അഹദുൽ മുബശ്ശിരീന ബിൽ ജന്ന. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതിൻ്റെ ചുരുക്കം. നമ്മൾ ഓരോ ക്ലാസ്സും ഓർമ്മിപ്പിക്കും, ഓരോ ക്ലാസ്സിലും മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അൽ ഉസൂൽ സലാസയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഷെയ്ഖ് നൽകിയ ഒരു വേറെ റിസാലയാണ്. അതായത് നാം പറഞ്ഞു അൽ ഉസൂൽ സലാസയ്ക്ക് മുമ്പ് എത്ര റിസാലകൾ ഈ ഗ്രന്ഥത്തിലുണ്ട്? 3 റിസാലകൾ. ഓരോ റിസാലയും ഷെയ്ഖ് ഇഅ്ലം, താങ്കൾ അറിയുക എന്ന നിർദ്ദേശം കൊണ്ടാണ് ആരംഭിച്ചത്. ഇവിടെ ആരംഭിക്കുന്നത് ഇഅ്ലം അർഷദകല്ലാഹു ലിതാഅതിഹി. ഇഅ്ലം, താങ്കൾ അറിയുക, അള്ളാഹുവിനെ അനുസരിക്കാൻ താങ്കൾക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു തരുമാറാകട്ടെ എന്ന പ്രാർത്ഥന കൊണ്ടാണ്. പലപ്പോഴും ഷെയ്ഖിൻ്റെ ഒരു രീതിയാണത്. അതായത് ഒരു കാര്യം പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തും. എന്താണത്? ഗുണകാംക്ഷയാണ്. ഇഅ്ലം അർഷദകല്ലാഹു ലിതാഅതിഹി അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹീം അൻ തഅബ്ദുല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇതിനർത്ഥം അന്നൽ ഹനീഫിയ്യത, ഹനീഫിയത്തായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് എന്താകുന്നു? അൻ തഅബ്ദുല്ലാഹ വഹ്ദഹു, താങ്കൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. മുഖ്ലിസൻ ലഹുദ്ദീൻ, മുഖ്ലിസൻ ലഹു അദ്ദീൻ, ഇബാദത്ത്, ദീന് അള്ളാഹുവിന് മാത്രം ആത്മാർത്ഥമായി സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക. ഇവിടെ ഷെയ്ഖ് പ്രാർത്ഥന കൊണ്ട് തുടങ്ങി.
അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഹനീഫിയത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞത്. അന്നൽ ഹനീഫിയത മില്ലത്ത് ഇബ്രാഹിം. എന്താർത്ഥം? മില്ലത്ത് ഇബ്രാഹിമായ ഹനീഫിയത്ത് എന്താകുന്നു? അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. പണ്ഡിതന്മാർ പറയുന്നു അൽ ഹനീഫിയ എന്നത് അൽ ഹനഫ് എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. എന്താ അതിൻ്റെ അർത്ഥം? അൽ ഹനഫ് എന്ന് വെച്ചാൽ ചെരിയുക എന്നർത്ഥം. എന്താ അതിൻ്റെ ഇവിടെ ഉദ്ദേശം? ഷിർക്കിൽ നിന്ന്, വഴികേടിൽ നിന്ന് ചെരിഞ്ഞുകൊണ്ട് ചൊവ്വായ പാതയിലേക്ക് നാം എത്തിച്ചേരുക എന്നാണത് ഹനീഫിയത്തിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹനീഫായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? പൂർണ്ണമായും തൗഹീദ് ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഷിർക്കിൽ നിന്ന്, തൗഹീദിനെ ബാധിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും പൂർണ്ണമായും പിന്തിരിഞ്ഞുകൊണ്ട് തൗഹീദിലേക്ക് ചാഞ്ഞവനാണ്, എത്തിച്ചേർന്നവനാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഭാഷാർത്ഥവും അതിൻ്റെ ശർഈയായ അർത്ഥം എന്തുണ്ട്? ബന്ധമുണ്ട്. ഭാഷാർത്ഥ പ്രകാരം തന്നെ സാധാരണ അറബിയിൽ പറയാറുണ്ട് റജുലുൻ അഹ്നഫ്. അതായത് കാലിന് ചെരിവുണ്ടെങ്കിൽ, അർത്ഥത്തിൽ ചെരിവുണ്ടെങ്കിൽ, വളവുണ്ടെങ്കിൽ, കാലിന് വളവുണ്ടെങ്കിൽ എന്താ അറബി പറയാം? അഹ്നഫ് എന്ന് പറയും. അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ് അൽ അഹ്നഫു ഇബ്നു ഖൈസ് റഹിമഹുല്ലാ. അദ്ദേഹം ഹിജ്റ 67 മരണപ്പെട്ട പ്രശസ്ത താബിഈ പണ്ഡിതനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. സഹനശീലത്തിൽ, അൽ ഹിൽമിൽ അദ്ദേഹം ഒരു ഉദാഹരണമായിരുന്നു, മാതൃകയായിരുന്നു എന്ന് ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അപ്പോൾ ഈ അൽ അഹ്നഫ് എന്ന പേര് നൽകപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കാലിന് വളവുണ്ടായിരുന്നു, ചെരിഞ്ഞാണ് നടക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത്ര അൽ അഹ്നഫ് എന്ന പേര് നൽകപ്പെട്ടത്. അപ്പോൾ അതിൽ നിന്നാണ് അൽ ഹനീഫിയ. ഇപ്പം എന്തായി? ശരി, അതിൻ്റെ അർത്ഥം എന്തായി? ശുദ്ധ തൗഹീദ് ഉൾക്കൊള്ളുന്ന മതം എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി മുഅല്ലിഖായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ടല്ലോ, അഹബ്ബുദ്ദീനി ഇലല്ലാഹി അൽ ഹനീഫിയത്തു സംഹ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ എന്താണ്? എളുപ്പമായ മതമാണ്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാന ഉമ്മതൻ, ഇമാമായിരുന്നു, മാതൃകാ പുരുഷനായിരുന്നു, ഹനീഫായിരുന്നു, അതായത് മുവഹിദായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ. ഉമ്മത്ത് എന്ന വാക്കിന് പല അർത്ഥങ്ങളും ഖുർആനിലുണ്ട്. അതിലൊന്നാണ് ഇമാമ്, നേതൃത്വം എന്നർത്ഥം. മുവഹിദീങ്ങളുടെ ഇമാം ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ കാലഘട്ടം അല്ലെങ്കിൽ കാലം എന്ന അർത്ഥം ഉമ്മത്തിനുണ്ട്, പല അർത്ഥങ്ങളുമുണ്ട്. വദ്ദകറ ബഅദ ഉമ്മ, ഒരു കാലയളവിന് ശേഷം ഓർമ്മിച്ചു. ഇതൊക്കെ ശരിക്ക് അറബി ഭാഷയുടെ വിശാലമായ അർത്ഥങ്ങളാണ്. മുഖ്ലിസൻ ലഹുദ്ദീൻ, എന്താണ് ശൈഖ് പറഞ്ഞത്? അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ദീന് അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അതാകുന്നു അൽ ഹനീഫിയത്തിൻ്റെ നിർവചനം, അർത്ഥം.
وبذلك أمر الله جميع الناس وخلقهم لها. റസൂൽ സല്ലല്ലാഹു അലൈഹി ഇബാറത്താണ് വായിക്കുന്നത്, മനസ്സിലായല്ലോ. വബിദാലിക, അത് പ്രകാരം അല്ലാഹു തആല എല്ലാ സൃഷ്ടികളോടും കൽപ്പിച്ചു. വഖലഖഹും ലഹ, അതിന് വേണ്ടിയാണ് അല്ലാഹു അവരെ സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കുക മുഖ്ലിസൻ ലഹുദ്ദീൻ എന്ന് അള്ളാഹു ഷെയ്ഖ് കൂട്ടിച്ചേർത്തി. എന്തുകൊണ്ട്? അതിന് ഉദ്ദേശം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഇബാദത്ത് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ എന്ത് വേണം? ഇഖ്ലാസ് വേണം. ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്, ഒരു കർമ്മം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ 2 ഘടകങ്ങൾ ഒത്തുചേരണം. ഒന്നെന്താണ്? അൽ ഇഖ്ലാസ്, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. രണ്ടാമത്തെ ഘടകം എന്താണ്? ഷർത്ത് എന്താണ്? അൽ മുതാബഅ അല്ലെങ്കിൽ മുവാഫഖത്തു ശർഅ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്ത് അനുസരിച്ചായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. ഇതിന് തെളിവായിട്ട് പല പണ്ഡിതന്മാർ പല ആയത്തുകളും ധരിക്കാറുണ്ട്. ഒന്നാണ് ഫമൻ കാന യർജു, നമ്മൾ പലപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും ഓതാറുള്ള സൂറത്ത് എന്താണ്? സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തെ ആയത്ത് എന്താണ്? അവസാനത്തെ ഭാഗം ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അള്ളാഹുവിൻ്റെ പ്രതിഫലം വല്ലവനും കാംക്ഷിക്കുന്നുവെങ്കിൽ, പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹൻ, ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. അവൻ ചെയ്യുന്ന കർമ്മം എന്തായിരിക്കണം? സാലിഹായിരിക്കണം. എന്താണ് സാലിഹ് എന്ന് പറഞ്ഞാൽ? അൻ യകൂന അല സുന്ന, സുന്നത്ത് പ്രകാരമുള്ള അമലായിരിക്കണം. വലാ യുശ്രിക്, ഇതാണ് രണ്ടാമത്തെ ഷർത്ത്. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തഫ്സീറിൽ പറഞ്ഞു, വഹാദാനി റുക്ന അൽ അമൽ അൽ മുതഖബ്ബൽ, ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് സ്വീകാര്യമായ കർമ്മത്തിൻ്റെ 2 ഘടകങ്ങളാണ്. മനസ്സിലായില്ലേ? റുക്ന അൽ അമൽ അൽ മുതഖബ്ബൽ ലാ ബുദ്ദ അൻ യകൂന ഖാലിസൻ ലില്ലാഹ്. ഇബ്നു കസീർ പറയുന്നു, നിർബന്ധമായും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കപ്പെട്ട ഖാലിസായ അമലായിരിക്കണം. സവാബൻ അലാ ശരീഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ ശരീഅത്ത് പ്രകാരം അനുഷ്ഠിക്കപ്പെട്ട കർമ്മമായിരിക്കണം. 2 റുക്നുകളുണ്ട്. ഇബ്നു കസീറിൻ്റെ സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ ഇബ്നു കസീർ എഴുതിയതാണ്. അപ്പം അമൽ ഖബൂൽ ചെയ്യണമെങ്കിൽ എത്ര റുക്നുണ്ട്? 2 റുക്ന്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും ഇൻസിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാനല്ലാതെ. ഇവിടെ അൽ ഇൻസ് എന്ന വാക്ക് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? ഇൻസാൻ എന്ന് വെച്ചാൽ അർത്ഥം മനുഷ്യൻ. അത് അറബിയിൽ മാത്രമല്ല ഉറുദുവിലും ഇൻസാൻ. ഏതിൽ നിന്നാണ് അത് വന്നത്? പണ്ഡിതന്മാർ പറയുന്നു ഉൻസിൽ നിന്നാണ്. ഉൻസിൽ നിന്ന്. കാരണം മനുഷ്യർ പരസ്പരം കണ്ടുമുട്ടുന്നു, അവർ കൂട്ടുകൂടുന്നു, പരസ്പരം ഇണങ്ങുന്നു, പരസ്പരം അവർ ഒത്തുചേരുമ്പോൾ അവർക്ക് ഉൻസുണ്ടാകുന്നു, മനസ്സമാധാനമുണ്ടാകുന്നു. അതിൽ നിന്നാണ് അത്ര എന്തു വന്നത്? ഇൻസാൻ എന്നത്. പല അഭിപ്രായങ്ങളും വേറെയുണ്ട്. അതേപോലെ ജിന്ന് എന്ന പദം അറബി ഭാഷ പണ്ഡിതന്മാർ പറയുന്നു, ജീം നൂൻ എന്നീ 2 അക്ഷരങ്ങൾ ഒത്തുചേർന്നാൽ നമ്മുടെ ദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് സൂചകമായ ഒരു അക്ഷരങ്ങളാണ് അത്ര ഈ ജീമുൻ നൂൻ. അൽ ജന്ന, സ്വർഗത്തെ നമ്മൾ കാണുന്നില്ല, എന്തായി പറയാ? അൽ ജന്ന, സ്വർഗം. ജിന്ന്, നമ്മൾ കാണാത്ത അള്ളാഹുവിൻ്റെ
ഈ ഭൂമിയിൽ വസിക്കുന്ന ഒരു സൃഷ്ടിയാണ്. അതേപോലെ തന്നെ ഗർഭാശയത്തിൽ അള്ളാഹു സൃഷ്ടിക്കുന്ന ശിശുവിനെ കുറിച്ച് എന്ന് പറയുന്നു അറബിയിൽ ജനീൻ എന്ന് പറയുന്നു. ബുദ്ധി മറഞ്ഞ ആളെക്കുറിച്ചെന്ന് പറഞ്ഞു മജ്നൂൻ. അങ്ങനെ ഓരോ അതിൻ്റെ പദങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അർത്ഥം മറഞ്ഞ വസ്തു അല്ലെങ്കിൽ കാര്യം അല്ലെങ്കിൽ വ്യക്തി എന്നൊക്കെ അതിൻ്റെ അർത്ഥമായി വരുന്നുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇവിടെ ഷെയ്ഖ് അർത്ഥം കൊടുത്തത് എന്താണ്? ഉസൂൽ സലാത്തിൻ്റെ മത്തിനെ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ? വമഅന യഅ്ബുദൂനി യുവഹിദൂനി, എന്നെ ആരാധിക്കണം എന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്നെ ഏകനാക്കണം. എന്നെ ആരാധിക്കണം. ഇല്ലാ ലിയഅ്ബുദൂനി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇല്ലാ ലിയുവഹിദൂനി, എന്നെ ഏകനാക്കണം. ഈ അർത്ഥം എങ്ങനെയാണ് വന്നത്? കാരണം ഏകനാക്കുക എന്നതും ആരാധിക്കുക എന്നതും ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ ഒന്നല്ലല്ലോ. ഒന്നാമതായി പറയാനുള്ളത്, ഈ അർത്ഥം ഷെയ്ഖിൻ്റെ വകയല്ല, മറിച്ച് സലഫുകളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബത്തുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട തഫ്സീറുകൾ പ്രകാരമാണ് ഷെയ്ഖ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ കൽപ്പന എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത തഫ്സീർ എന്താണ്? വഹിദൂഹു, അള്ളാഹുവിനെ ഏകനാക്കുക എന്ന്. ഇമാം തബരി പോലത്തെ തഫ്സീർ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അതിൻ്റെ അർത്ഥം വല്ലദീ അറാദ ഇബ്നു അബ്ബാസിൻ ഇൻഷാ അല്ലാഹു ബിഖൗലിഹി ഫി തഅ്വീൽ ഖൗലിഹി ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനെ, നിങ്ങളുടെ നാഥനെ, റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം എന്ന ആയത്തിന് ഇബ്നു അബ്ബാസിന്റെ കൊടുത്ത വ്യാഖ്യാനം വഹിദൂഹു, നിങ്ങൾ അള്ളാഹുവിനെ ഏകനാക്കണം. ഇമാം തബരി പറയുന്നു വഹിദൂഹു ഐ അഫ്രിദു ത്വാഅത വൽ ഇബാദത ലിറബ്ബിക്കും ദൂന സാഇരി ഖൽഖിഹി, അനുസരണയും ഇബാദത്തും ആരാധനയും നിങ്ങളുടെ റബ്ബിന് മാത്രം, സൃഷ്ടികൾക്ക് വകവച്ച് കൊടുക്കാതെ പൂർണ്ണമായും നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഏകനാക്കുക. അപ്പം ഏകനാക്കുക എന്ന് പറയുമ്പോൾ എന്തായ അർത്ഥം? അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഏകനാക്കുക. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത് സലഫുകളിൽ നിന്ന് കിട്ടിയ തഫ്സീറാണ്. അതിൻ്റെ അർത്ഥവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇമാമിയങ്ങൾ, ഇമാം തബരി പോലുള്ള ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചു. ഇനി ഷെയ്ഖ് പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. വഅഅ്ദമു മാ അമറ അല്ലാഹു ബിഹി അത്തൗഹീദ്. ഷെയ്ഖ് മുഹമ്മദ് പറയുന്നു, വഅഅ്ദമു, അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യത്തിൽ ഏറ്റവും മഹത്തായത് എന്താണ്? തൗഹീദാണ്. അല്ലാഹു പല കൽപ്പനകളും കൽപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ കൽപ്പനകൾ, വിലക്കുകൾ ഉള്ള ഒരു ഗ്രന്ഥമാണല്ലോ. ആ കൽപ്പനകളിൽ ഏറ്റവും മഹത്തായ പ്രധാനപ്പെട്ട കൽപ്പന എന്താണ്? തൗഹീദാണ്. വഅഅ്ദമു മാ അമറ അല്ലാഹു ബിഹി തൗഹീദ് വഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ. എന്താ തൗഹീദിന്റെ അർത്ഥം? ആരാധന അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക. ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദത്ത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലെ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, ഇതിവിടെ ഷെയ്ഖ് തൗഹീദുൽ ഉലൂഹിയ്യൻ്റെ നിർവചനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? തൗഹീദുൽ ഉലൂഹിയയിലാണ് പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ അനുയായികളും തമ്മിൽ ഉണ്ടായിരുന്ന തർക്കം. മനസ്സിലായില്ലേ? റുബൂബിയത്തിൽ തർക്കമില്ലായിരുന്നു, റുബൂബിയത്തിൽ തർക്കമില്ലായിരുന്നു. എന്നാൽ ഈ തൗഹീദ് ഇവിടെ ഈ നിർവചനം കൊടുക്കാനുള്ള കാരണം തൗഹീദിൻ്റെ വിശാലമായ അർത്ഥം നിർവചനം എന്ന നിലക്കല്ല, മറിച്ച്
തൗഹീദുൽ ഉലൂഹിയ്യൻ്റെ നിർവചനമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ തെളിവ്? ഷെയ്ഖ് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും മഹത്തായത് തൗഹീദാകുന്നു. എന്നിട്ട് ഒരു ആയത്ത് ധരിക്കുന്നുണ്ട്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. ഈ ആയത്തിൽ എങ്ങനെയാണ് അള്ളാഹു ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന തൗഹീദാണെന്ന് മനസ്സിലാകുക? ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? വഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, വലാ തുശ്രികൂ ബിഹി ഷൈആ, അള്ളാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറയുമ്പോൾ ഏറ്റവും അള്ളാഹു കൽപ്പിച്ച കാര്യം, പ്രധാനപ്പെട്ട മഹത്തായ കാര്യം തൗഹീദാകുന്നു എന്ന ആശയം എങ്ങനെയാണ് കിട്ടുക? ചോദ്യം മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായി? ആരുടെയെങ്കിലും മനസ്സിലുണ്ടാവും ഇതെല്ലാവരും പങ്കെടുക്കേണ്ട ഒരു, അല്ലെങ്കിൽ മനസ്സിൽ വല്ല കാര്യമുണ്ടെങ്കിൽ തുറന്നു പറയേണ്ട ഒരു വേദിയാണ്. ഷെയ്ഖ് ഈ ആയത്തിന് കൊടുത്തത് തെളിവായിട്ടാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അതിന് തെളിവായിട്ട് ഈ ആയത്തും കൊടുത്തു. ഈ ആയത്ത് ഇത് തെളിവാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആയത്തിൻ്റെ പൂർണ്ണ ഭാഗം നാം വായിച്ചിരിക്കണം. ഇത് ദീർഘമായ ആയത്തിൻ്റെ തുടക്കം മാത്രമാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, ശിർക്ക് ചെയ്യരുത്. എന്നതിന് ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന, എന്താർത്ഥം? നിങ്ങൾ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം, നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണം, പ്രവർത്തിക്കണം. വബിദിൽ ഖുർബ, കുടുംബക്കാരോട്. അത് നിർദ്ദേശങ്ങളാണ്. പണ്ഡിതന്മാർ ഈ ആയത്തിന് നൽകിയ പേരെന്താ അറിയാം? ആയത്തുൽ ഹുഖൂഖ്, ആയത്തുൽ ഹുഖൂഖിൽ അശറ, 10 അവകാശങ്ങൾ, ഹക്കുകൾ പരാമർശിക്കപ്പെട്ട ആയത്താണ്. ആയത്തുൽ ഹുഖൂഖാണ്, അവകാശങ്ങൾ, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം, കടമ, സൃഷ്ടികൾക്ക് നാം നൽകേണ്ട കടമകളുടെ ആയത്താണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. എത്ര കടമകളുണ്ട് ഇതിൽ? 10 ഹുഖൂഖുകളുണ്ട്. ഒന്ന്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യാതിരിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. വബിദിൽ ഖുർബ, കുടുംബക്കാരോടും. കുടുംബക്കാരെന്ന് പറയുമ്പോൾ ഉപ്പ മുഖേനയും ഉമ്മ മുഖേനയും ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങൾ. ഉമ്മ എന്ന് പറയുമ്പം അമ്മാവന്മാർ, ഉമ്മയുടെ സഹോദരിമാർ. അതേപോലെ ഉപ്പ എന്ന് പറയുമ്പോൾ ഉപ്പാൻ്റെ സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ മക്കൾ എല്ലാം കുടുംബക്കാരാണ്. വബിദിൽ ഖുർബ എന്താണ്? വലിയതാമ, യത്തീമക്കളോട് എന്താണ്? കടമയുണ്ട്, അവർക്ക് നൽകേണ്ട വാത്സല്യം, സ്നേഹം. വലിയതാമ വൽ മസാക്കീൻ, അതേപോലെ പാവപ്പെട്ടവർ. എന്താണ് മിസ്കീനും ഫഖീർ തമ്മിൽ വ്യത്യാസം? ചർച്ചയാണ്. അതിൽ പ്രബലമായ വീക്ഷണം, ഫഖീർ എന്ന് വെച്ചാൽ യാതൊരു ഗതിയുമില്ലാത്ത, നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവർക്കാണ് എന്ത് പറയുക? ഫഖീർ എന്ന് പറയുക. അന്നന്നത്തെ അന്നമുണ്ടെങ്കിൽ, കൂത്തുള്ള, ആഹാരമുള്ള, ജീവിക്കാൻ വകയുള്ള പാവപ്പെട്ടവനോ മിസ്കീൻ എന്ന് പറയും. ഒരു ഹദീസിലുണ്ട്, ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വ അമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാക്കീൻ. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി അത് സഹീഹാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു ഒരിക്കലും അല്ലാഹുമ്മ അഹ്യിനി ഫഖീറ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ഈ അർത്ഥം? ഫഖർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, അതിൽ നിന്ന് നബി സല്ലം ശരണം തേടിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആല മുഹമ്മദിൻ ഖൂത, മുഹമ്മദ് നബിയുടെ റിസ്ക്, ഉപജീവനം ഖൂത്തായിരിക്കണം റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്നത്തെ ഭക്ഷണം, ആഹാരം, ജീവിക്കാനുള്ള വക. ഇതാണ് മിസ്കീനും ഫഖീർ തമ്മിലുള്ള വ്യത്യാസം, പ്രബലമായ വീക്ഷണ പ്രകാരം. വൽ മസാക്കീൻ വൽ ജാരി ദിൽ ഖുർബ, കുടുംബക്കാരായ
അയൽവാസികൾ. വൽജാരിദിൽ ഖുർബ അല്ലെങ്കിൽ വൽജാരിൽ ജുനുബ്, കുടുംബക്കാരല്ലാത്ത അന്യരായ അയൽവാസികൾ. വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബ്. എന്താ അതിൻ്റെ അർത്ഥം? ഭാര്യയാണ് എന്ന കൂട്ടുകാരൻ എന്നതിൻ്റെ അർത്ഥം ഭാര്യയാണ് എന്നൊരു അഭിപ്രായം. അതല്ല, യാത്രയിൽ നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന കൂട്ടുകാരെന്ന അർത്ഥവും ഉണ്ട്. എല്ലാ കൂട്ടുകാരും അതിൽ പെട്ടു എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഏതായാലും നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് എന്തുണ്ട്? അവകാശമുണ്ട്, കടമയുണ്ട്. വസ്സാഹിബി ബിൽ ജംബി വബിനി സബീൽ, വഴിപോക്കരോട് നാം നല്ല രീതിയിൽ പെരുമാറണം, അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ. അതുകൊണ്ട് തന്നെ ഇബ്നു സബീൽ എന്തുണ്ട്? ഏതിൽ നിന്ന് അവകാശമുണ്ട്? സക്കാത്തിൽ നിന്ന് അവകാശമുണ്ട്. വമാ മലക്കത്ത് ഐമാനുക്കും. അതേപോലെ അവസാനത്തെ 10ാമത്തെ കടമ ആരോടാണ്? അടിമകളോട്. ഇപ്പോൾ അടിമകൾ നമ്മൾ കാണാറില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും പറഞ്ഞു വരുന്നത്, ഈ 10 കടമകളിൽ അള്ളാഹു ആദ്യം എടുത്തു പറഞ്ഞത് എന്താണ്? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. അതുകൊണ്ടാണ് ശൈഖ് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിൽ, നിർദ്ദേശിച്ചതിൽ ഏറ്റവും മഹത്തായത് എന്താണ്? തൗഹീദാണ്. അപ്പോൾ മനസ്സിലായില്ലേ? വഅഅ്ളമു ദംബി, ശൈഖ് പറയുന്നു, വഅഅ്ളമു മാ നഹാ അൻഹു, അള്ളാഹു വിലക്കിയതിൽ ഏറ്റവും ഗൗരവമേറിയത് എന്താണ്? ശിർക്കാണ്. അശ്ശിർക്കു വഹുവ ദഅവതു ഗൈരിഹി മഅഹു, അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ വിളിക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് ഷിർക്കിൻ്റെ നിർവചനം. എന്നതിന് തെളിവ്? അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു നബിയോട്, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഗൗരവമേറിയ പാപം എന്താണ് റസൂലെ ചോദിച്ചു. ഖാല അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന് നീ പങ്കു ചേർക്കും. എന്നിട്ട് ചോദിച്ചു, ശേഷം ഏതാണ് ഗൗരവമേറിയത്? അപ്പോൾ ഏറ്റവും ഗൗരവമേറിയ പാപം എന്താണ്? ഷിർക്കാണ്. ശേഷമോ അൻ തഖ്തുല വലദക തഖാഫു അൻ യത്അമ മഅക്, നിന്റെ കൂടെ ആഹാരിക്കും ഭക്ഷിക്കും എന്ന് ഭയത്താൽ നിന്റെ സന്താനത്തെ നീ കൊലപ്പെടുത്തുക. ഇത് പ്രത്യേകിച്ച് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമ്പ്രദായമായിരുന്നു. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലുക. 3ാമത്തെ പാപം എന്താണ്? പിന്നെയും ചോദിക്കുകയാണ് ഈ സഹാബി. അതിനുശേഷം എന്താണ്? അൻ തുസാനിയ ഹലീലത ജാരിക്, അതായത് നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക. വ്യഭിചാരം കുറ്റമാണ്, നിരുപാധികം. അതിലേറ്റവും അപകടകരമായ ഗൗരവമേറിയത് എന്താണ്? നമുക്ക് കടപ്പാടുള്ള, നാം കൂടുതൽ പ്രാധാന്യം നൽകേണ്ട നമ്മുടെ അയൽവാസി, ആ അയൽവാസിയുടെ ഭാര്യയുമായി തെറ്റായ രീതിയിൽ ബന്ധം പുലർത്തുക. അത് ഏറ്റവും ഗൗരവം വ്യഭിചാരമാണെങ്കിൽ അതിലേക്ക് നയിക്കുന്ന സംസാരം, നോട്ടം, ചിരി, കളി, തമാശകൾ, ഇതെല്ലാം ഗൗരവമേറിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ വൻദോഷങ്ങളിൽ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഷെയ്ഖിൻ്റെ അവതരണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൽപ്പിച്ച മഹത്തായ ഒരു കാര്യം തൗഹീദാണെങ്കിൽ, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയത് ഷിർക്കാണെങ്കിൽ, പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദഅവത്തിന് മുൻഗണന കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കണം? തൗഹീദായിരിക്കണം. അവർ എതിർക്കേണ്ട കാര്യം ഷിർക്കുമായിരിക്കണം. ഇതാണ് ലോകത്ത് സലഫി പണ്ഡിതന്മാരും സലഫി പ്രബോധകരും പ്രവർത്തകരുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, ചെയ്യുന്നത്. അത്തൗഹീദു അവ്വലൻ യാ ദുആത്തൽ ഇസ്ലാം, പ്രബോധകരെ ആദ്യം നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തൗഹീദാകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് പലപ്പോഴും കേട്ടിട്ടുള്ള പരിചയമുള്ള ഒരു ഹദീസാണ്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ലമ്മ ബഅസ മുആദൻ അലൽ യമൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസല്ലം മുആദിനെ യമനിലേക്ക് നിയോഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബ്, വേദക്കാരായ ഒരു ജനതയിലേക്കാണ് താങ്കൾ ചെല്ലുന്നത്. ഫലിയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഇബാദത്തുല്ലാഹ്, ആദ്യം അവരെ താങ്കൾ ക്ഷണിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കാണ്. വേറെ റിവായത്തിൽ ഇലാ അൻ യുവഹിദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്കാണ് നീ ക്ഷണിക്കേണ്ടത്. ഇതാണ് നമ്മുടെ തെളിവ്. തൗഹീദിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് പ്രബോധനത്തിൽ. ഇവിടെ ഒരു ഭാഷാപരമായ ഒരു ഫായിദ പറയാണ്. ഇന്നക തഖ്ദമു എന്നാണ് വായിക്കേണ്ടത്, തഖ്ദുമു എന്നാണ് വായിക്കേണ്ടത്. ക്ഷീണം പറയാൻ വേണ്ടിയിട്ട് മുസ്ലിം പറഞ്ഞു, ഇന്നക, ബോർഡിൽ തന്നെ കുഴപ്പമില്ല, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബ്. അതായത് അറബി ഭാഷയുടെ വിശാലമായ ഒരു മേഖലയിലേക്കാണ് നാം ഒരു ഉദാഹരണം പറഞ്ഞ് വെളിച്ചം വീശുന്നത്. ഇപ്പോൾ ഒരു ഹറക്കത്ത് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ മാറുന്നു. ഉദാഹരണമായി പറയാണ്, ഒരാൾ വന്നു എന്ന് അറബി എങ്ങനെ പറയാം? ഖദിമ യഖ്ദമു, ഒരാൾ വന്നു. യഖ്ദമു അതിൻ്റെ വർത്തമാനകാല ക്രിയയാണ്. ഖുദൂമൻ, ഖദിമ കേട്ടോ, ഖദിമ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് വന്നു. ഇനി അതിനെ ദാലിന് ദമ്മ് കൊടുക്കുക, ഖദുമ യഖ്ദുമു, ഇതിന് അർത്ഥം എന്തായി? പഴകി, ഒരു കാര്യം പഴകി. യഖ്ദുമു ഖിദമൻ, പഴഞ്ചനായി, പഴകിപ്പോയി, അർത്ഥം മാറി. അപ്പം ഖദിമ ദാലിന് കസ്റയായിരുന്നു അല്ലേ, നമ്മൾ ഖദുമ എന്ന് പറഞ്ഞു, അതിൻ്റെ അർത്ഥം എന്തായി മാറി? പഴകിപ്പോയി. ഇനി ദാലിന് കസ്റുമല്ല ദമ്മുമല്ല ഫത്ഹ് കൊടുത്താലോ? ഖദമ യഖ്ദുമു എന്ന് പറഞ്ഞാൽ മുൻകടന്നു, ഇതർത്ഥം മുൻകടന്നു, ഐ തഖദ്ദമ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫഅൗറദഹുമുൻ നാർ. ഫിർഔൻ തൻ്റെ ജനതയെ നരകത്തിലേക്ക് അവരെ മുൻകടന്നു, അവർ മുമ്പിലായി. നരകത്തിലേക്ക് നയിക്കുന്നതാരാണ്? ഫിർഔനാണ്, അവൻ്റെ ജനതയെ. അവിടെ അള്ളാഹു പറഞ്ഞു യഖ്ദുമു ഖൗമഹു. അപ്പം യഖദമ യഖ്ദും എന്ന് പറഞ്ഞാൽ എന്തായി മാറി? അർത്ഥം മുൻകടന്നു. നോക്കൂ നിങ്ങൾ, ഒരു ഹറക്കത്ത് മാറ്റം കൊണ്ട് അർത്ഥം തന്നെ മാറുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഖുർആൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഹറക്കത്ത് മാറിയാൽ അത് നിസ്സാരമായ തെറ്റെന്ന് പറയാൻ പാടില്ല. ലഹ്നുൻ ജലി, വ്യക്തമായ വലിയ ഗൗരവമേറിയ അബദ്ധം. പലപ്പോഴും അലൈക്കും സലാം വബറകാതുഹു, പലപ്പോഴും അർത്ഥം തന്നെ മാറിപ്പോകും. ഇതൊരു അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ചെറിയൊരു സൂചന മാത്രമാണ്. നമുക്ക് നിർത്തുകയാണ്. ഷെയ്ഖിൻ്റെ അവസാനത്തെ ഭാഗം, അതായത് ഇന്നത്തെ പാഠത്തിൻ്റെ ഭാഗം എന്താണ്? അവസാനത്തെ ഭാഗം. ഫഇദാ ഖീല ലക, എന്നാൽ താങ്കളോട് പറയപ്പെട്ടാൽ. ഇനിയാണ് നമ്മൾ അൽ ഉസൂലു സലാസ എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുവരെ നമ്മൾ എന്താ വായിച്ചത്? ആമുഖമായിരുന്നു. മനസ്സിലായില്ലേ? ഫഇദാ ഖീല, കാര്യം അങ്ങനെയാണെങ്കിൽ, താങ്കളോട് പറയപ്പെട്ടാൽ, ചോദിക്കപ്പെട്ടാൽ, മൽ ഉസൂലു സലാസ അല്ലതി യജിബു അലൽ ഇൻസാനി മഅരിഫത്തു, ഒരു മനുഷ്യൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 3 അടിസ്ഥാന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിക്കപ്പെട്ടാൽ എന്താ പറയാ? ഷെയ്ഖ് പറയുന്നു, ഫഖുൽ, താങ്കൾ പറയണം. ഇതെല്ലാവരും കാണാൻ പഠിക്കേണ്ടതാണ്. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിമ, മനുഷ്യൻ തൻ്റെ റബ്ബിനെ കുറിച്ച് അറിയുക. വദീനഹു, ദീനിനെ കുറിച്ച് അറിയുക. വനബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കുറിച്ച് അറിയുക. ഈ 3
അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുക. ആദ്യത്തെ ക്ലാസ് പറഞ്ഞതാണ് അല്ലേ, അൽ മുൻകറു വൻ നക്കീർ എന്ന 2 മലക്കുകൾ ചോദ്യം ചെയ്യുന്നു, ഇരുത്തുന്നു അവരെ, ആ മനുഷ്യനെ. എന്നിട്ട് ചോദിക്കുന്നു, മൻ റബ്ബുക മാ ദീനുക മൻ ഹാദ റജുൽ അല്ലദീ ബുഇസ ഫീകും എന്നൊക്കെ ചോദിക്കും. ചില ദുർബലമായ സ്വീകാര്യമല്ലാത്ത റിവായത്തുകളിൽ നാക്കൂറും റോമാൻ പറഞ്ഞ മലക്കുകളുണ്ടെന്ന് നമ്മൾ നാട്ടിലൊക്കെ ചില പ്രഭാഷണങ്ങളിൽ കേൾക്കാറുണ്ട്. അതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് ഈ ഉസൂൽ സലാസ? അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും നബിയെക്കുറിച്ചുമെല്ലാം അറിയുക. ഇനി ഓരോ അസ്ലും ഓരോ കാര്യവും നമ്മൾ വിശദമായിട്ട് പഠിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ വായിക്കുന്നത് ഒന്നാമത്തെ അസ്ലാണ്, അസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ അസ്ല്. അസ്ലിൻ്റെ ബഹുവചനം എന്താണ്? ഉസൂൽ. മഅരിഫത്തുർ റബ്ബാണ്. ഫഇദാ ഖീല ലക മർ റബ്ബുക, ഇനി താങ്കളോട് പറയപ്പെട്ടാൽ ആരാണ് താങ്കളുടെ നാഥൻ? ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സുഹൃത്തുക്കളായ പണ്ഡിതന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. ഷെയ്ഖ് ഇവിടെ പറയുന്നു മൽ ഉസൂലു സലാസ, എന്താണ് ഈ 3 അസ്ലുകൾ? പലപ്പോഴും പലരും ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ മാ എന്ത് എന്ന പദത്തിന് ശേഷം ഹിയ ഹുവ ചേർക്കാറുണ്ട്. ഇപ്പോൾ മാഹിയൽ ഉസൂൽ സലാസ, മാഹുവ സബബു കഥ, അറബി ഭാഷാ നിയമപ്രകാരം തെറ്റാണത്. മനസ്സിലായില്ല? ഉദാഹരണമായിട്ട് മാ സബബു ഹാദ, ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം കുട്ടികൾക്കൊക്കെ ഉസ്താദുമാർ എഴുതി കൊടുക്കും മദ്രസയിൽ, മാ ഹുവ സബബു ഹാദ. തെറ്റാണ്. കാരണം ഹുവ എന്നത് ضمير ഫസ്ലാണ്. ضميറുൽ ഫസ്ലി ലാ ബുദ്ദ അൻ യഖഅ ബൈന മഅരിഫതൈൻ, 2 മഅരിഫത്തുകൾക്ക് ഇടയിലാണ് ഹുവ വരേണ്ടത്. മാ നക്കിറത്താണ്, അത് മഅരിഫത്ത് അല്ല. ഇത് പണ്ഡിതന്മാർക്ക് മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് റബ്ബിൻ്റെ അർത്ഥം? ഇതാണ് നമ്മൾ അവസാനമായി പഠിക്കുന്ന ഒരു വിഷയം. ഷെയ്ഖ് എന്താ പറഞ്ഞത്? മർ റബ്ബുക, ആരാണ് താങ്കളുടെ നാഥൻ? അപ്പോൾ എന്താണ് ഉത്തരം പറഞ്ഞത്? ഫഖുൽ റബ്ബി അല്ലാഹു അല്ലദീ റബ്ബാനി വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമി, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എന്നെയും എല്ലാ ലോകങ്ങളെയും ആലമുകളെയും പരിപാലിച്ച റബ്ബ്, അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്. വഹുവ മഅബൂദി, ആ റബ്ബാകുന്നു എൻ്റെ ആരാധ്യൻ. ലൈസ ലീ മഅബൂദുൻ സിവാ, അവനല്ലാതെ എനിക്ക് വേറെ ആരാധ്യൻ ഇല്ല. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു ഈ റബ്ബ് എന്ന പദം ഏതിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഷെയ്ഖിൻ്റെ ഈ ഉദ്ധരണി പ്രകാരം അല്ലെങ്കിൽ ഇബാറത്ത് പ്രകാരം തർബിയത്തിൽ നിന്നാണ് റബ്ബ് വന്നത് എന്ന ഒരു അഭിപ്രായത്തെ അത് ബലപ്പെടുത്തുന്നു. തർബീത്ത് പറഞ്ഞാൽ പരിപാലിക്കുക. അപ്പോൾ എന്നെയും എല്ലാ ജനങ്ങളെയും ജീവികളെയും പരിപാലിച്ച റബ്ബ്, തർബീയത്തിൽ നിന്നാണ് വന്നത് ഒരു അഭിപ്രായമാണ്. എന്നാൽ റബ്ബിൻ്റെ അർത്ഥം ഉടമസ്ഥനാണ്. ഇമാം ഇബ്നു കസീർ തഫ്സീറിൽ പറയുന്നു വറബ്ബു ഹുവൽ മാലികുൽ മുതസർരിഫ്, ഉടമസ്ഥനാകുന്നു റബ്ബ്. വയുത്ലഖു ഫിൽ ലുഗതി അല സയ്യിദ്, ഭാഷാപ്രകാരം സയ്യിദ് എന്ന അർത്ഥപ്രകാരം റബ്ബ് പ്രയോഗിക്കപ്പെടും, അഥവാ നേതൃത്വം. വഅലൽ മുതസർരിഫ് ലിൽ ഇസ്ലാഹ്, പരിപാലകൻ എന്ന അർത്ഥത്തിലും റബ്ബ് വരും. വകുല്ലു ദാലിക സഹീഹുൻ ഫി ഹഖില്ലാഹ്, ഈ അർത്ഥങ്ങളൊക്കെ അള്ളാഹുവിൽ സാധ്യമാകുന്നു. എല്ലാം അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. അള്ളാഹുവാണ് അസ്സയ്യിദ്, നേതൃത്വം, എല്ലാം നിയന്ത്രിക്കുന്ന പരിപാലകൻ, നാഥൻ എന്ന അർത്ഥങ്ങളൊക്കെ ശരിയാകുന്നു. വലാ യുസ്തഅമലു റബ്ബു ലിഗൈരില്ലാഹ്, അർ റബ്ബ് എന്ന് അള്ളാഹുവിനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇപ്പം റബ്ബുദ്ദാർ, റബ്ബുൽ ഉസ്ര എന്നൊക്കെ പറയാം. പക്ഷെ അർ റബ്ബ് എന്ന് പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. ആരെക്കുറിച്ച്? അള്ളാഹു അല്ലാത്തവരെ കുറിച്ച്. ബൽ ബിൽ ഇദാഫതി
ഒരു വസ്തുവിലേക്ക് ചേർത്തുകൊണ്ട് പ്രയോഗിക്കാം. തഖൂൽ റബ്ബുദ്ദാർ, വീടുടമസ്ഥൻ, റബ്ബു കദ വ അമ്മ റബ്ബു ഫലാ യുഖാലു ഇല്ലാ ലില്ലാഹി അസ്സ വജൽ. അർ റബ്ബ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്താണ് ഇതിൻ്റെ തെളിവ്? ഷെയ്ഖ് ധരിച്ച തെളിവ് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് ഷെയ്ഖ് ഉദ്ധരിച്ച തെളിവ്. വദ്ദലീലു ഖൗലുഹു തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് അൽ എന്ന് വെച്ചാൽ? ഇസ്തിഗ്റാഖിൻ്റെ വാക്കാണ് അൽ. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ സ്തുതിയും മഹാമിദും അള്ളാഹുവിന് മാത്രം. സർവസ്തുതിയും നമ്മൾ അർത്ഥം വെക്കാറില്ലേ? ഈ സർവസ്തുതിയും എന്ന അർത്ഥം എങ്ങനെ വന്നത്? അൽ ഹംദു, അൽ എന്ന പദത്തിൽ നിന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ അൽ ആലമീൻ അർത്ഥം? ലോകങ്ങളുടെ നാഥൻ എന്ന് പറയുമ്പോൾ എന്താണ് ലോകത്തിൻ്റെ അർത്ഥം? ഷെയ്ഖ് പറഞ്ഞു, വകുല്ലു മൻ സിവല്ലാഹി ആലം. അള്ളാഹു അല്ലാത്തവരെല്ലാവരും എന്താണ്? ആലമാണ്. ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പം തഫ്സീർ പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തതാണ്. ആലം എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാത്തവരെല്ലാം എന്താകുന്നു? ആലമാകുന്നു. വ അന വാഹിദും മിൻ ദാലിക്കൽ ആലം. ആ ഒരുവനാകുന്നു ഞാൻ. എല്ലാവരുടെയും മഅബൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. ഇവിടെ അൽഹംദിൻ്റെ അർത്ഥം നാം മുമ്പ് തഫ്സീർ ഇബ്നു കസീറൊക്കെ വിശദീകരിച്ചും പഠിച്ചാണ്. ഇതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പലപ്പോഴും അൽഹംദുലില്ലാഹ് അള്ളാഹ് നന്ദി പറഞ്ഞുകൊണ്ട് നാം അള്ളാഹുവിനെ സ്മരിക്കാറുണ്ട്. ഇപ്പോൾ ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ, അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം, അങ്ങനെ പല സന്ദർഭങ്ങളിലും നമ്മൾ സ്മരിക്കാറുള്ള അല്ലെങ്കിൽ ഒരു ദിക്റാണത്. ഹദീസിൽ വന്നു, സഹീഹായ ഹദീസിൽ ഇബ്നു മാജയും തിർമിദിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അഅ്സമു അദ്ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും മഹത്തായ ദിക്ർ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഅഅ്സമു الدعاء وأفضل الدعاء الحمد لله. أفضل الذكر لا إله إلا الله وأفضل الدعاء الحمد لله. ഏറ്റവും അഫ്ദലായ ഉത്കൃഷ്ടമായ പ്രാർത്ഥന എന്താകുന്നു? അൽഹംദുലില്ലാഹ് ആകുന്നു. ഇവിടെ ഒരു ഇഷ്കാല്, അൽഹംദുലില്ലാഹ് അർത്ഥം എന്താണ്? സർവസ്തുതിയും അള്ളാഹുവിന് മാത്രം. ഇതെങ്ങനെ പ്രാർത്ഥനയാകുന്നത്? അഫ്ദലു ദുആഇ അൽഹംദുലില്ലാഹ്, ഏറ്റവും മഹത്തായ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് ആണ്. ചോദ്യം മനസ്സിലായല്ലോ? ഈ ചോദിക്കുന്നത് എന്താ അറിയാം? ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഈ പോയിന്റ് മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനത്തെ പോയിന്റാണ്, ഇനി ദീർഘിപ്പിക്കുന്നില്ല. പണ്ഡിതന്മാർ പറയുന്നു, അൽഹംദുലില്ലാഹ് എന്ന ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ദിക്ർ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് മനുഷ്യൻ പറയുന്നത്? അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട്, അല്ലേ? അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ പറയുന്നു അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു എന്താണ് ഖുർആനിൽ പറഞ്ഞത്? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ നിഅമത്തുകൾ വർദ്ധിപ്പിക്കാനും കൂടിയുള്ള ഒരു സൂചകമായ ഒരു ദിക്റാണ് എന്ത്? നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ അതിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവേ, നീ എനിക്ക് ഈ ഭക്ഷണം, ഈ ആഹാരം നൽകി, നിനക്ക് സർവസ്തുതിയും, നീ എനിക്ക് വർദ്ധിപ്പിക്കണം, നന്മകൾ നീ വർദ്ധിപ്പിക്കണം, ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് അത്രേ അഫ്ദലു ദുആഇ അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള കാരണം. ഇതൊരു വ്യാഖ്യാനമാണ്. നിങ്ങൾക്ക് ഒരു കിതാബിൻ്റെ റെഫറൻസ് വേണമെങ്കിൽ ഇമാം സനആനി എഴുതിയ അത്തൻവീർ ഫി ശർഹിൽ ജാമിഉ സഗീർ എന്ന കിതാബ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ദീനിനെക്കുറിച്ച് ആത്മാർത്ഥമായി ആഴത്തിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഇൽമിൽ പഠിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയുമെല്ലാം നേടിയ
സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.